സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് Z59 Ultra എന്ന iWatch അൾട്രയുടെ ഒരു ക്ലോൺ മോഡലാണ്. സോ ഇത് ഈ ഒരു പ്രൈസ് റേഞ്ച് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയും ബെസ്റ്റ് ഫീച്ചേഴ്സും തരുന്ന ഒരു മോഡലാണ്. സോ അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വാച്ചിൻ്റെ ഓവറോൾ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസും പ്രൈസും ഫീച്ചേഴ്സും ഇതെങ്ങനെ പർച്ചേസ് ചെയ്യാൻ എല്ലാ ഡീറ്റെയിൽസും ഈ ഒറ്റ വീഡിയോ നോക്കാം. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. സോ ഇതാണ് Z59 Ultra എന്ന സ്മാർട്ട് വാച്ചിൻ്റെ ബോക്സ് എന്ന് പറഞ്ഞ് ഇവിടെ താഴത്തായിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പർ സൈഡിലായിട്ട് വയർലെസ് ചാർജിങ് എന്നും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ പേര് RD ഫിറ്റ് എന്നും കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് കളറാണെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഓറഞ്ച് അല്ലാതെ ബ്ലാക്ക് ഗ്രീൻ കളറൊക്കെ തന്നെ അവൈലബിൾ ആണ്. പിന്നീട് ബോക്സിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് സ്മാർട്ട് വാച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നീട് പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ QR കോഡ് അതുപോലെ തന്നെ ബോക്സ് കണ്ടൻറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് വാച്ച്, ബാൻഡ്, ചാർജിങ് കേബിൾ, യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആൻഡ്രോയിഡും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്, ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. പിന്നീട് ഈ ഒരു സൈഡിലേക്ക് വന്നാൽ 49mm സ്ട്രാപ്പാണെന്നും സ്പേസ് അലുമിനിയം കേസ് ആണെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ എനിവേ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ബോക്സ് ഉള്ളതെന്ന് നോക്കാം. സോ ഓപ്പൺ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ തന്നെ. ഒരു അസംബിൾ ചെയ്ത ഒരു സ്റ്റൈൽ നല്ല രസമുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് വരുന്നൊരു യൂസർ മാനുവലാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പേപ്പർ തന്നെയാണ്. ചൈനീസും അതുപോലെ തന്നെ അകത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജും കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല ലെങ്ത്ത് കൂടിയ നല്ല ക്വാളിറ്റിയുള്ള ഒരു യൂസർ മാനുവലാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇനി നമുക്കിതിൻ്റെ ആവശ്യമില്ല, നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നീട് അടുത്തായിട്ട് സ്ട്രാപ്പാണ്. സ്ട്രാപ്പ് അതിനകത്താണുള്ളത്. സോ നമുക്ക് ഫസ്റ്റായിട്ട് നമുക്ക് വാച്ച് എടുക്കാം. സോ ഇതാണ് നമ്മുടെ Z59 Ultra എന്ന സ്മാർട്ട് വാച്ചിൻ്റെ മെയിൻ ബോഡി എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി സ്ട്രാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് കളറുള്ള സ്ട്രാപ്പാണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്ട്രാപ്പാണ് വരുന്നത്. ഇതല്ലാതെ ശരിക്കും അൾട്രയിൽ വരുന്ന ടൈപ്പുള്ള സ്ട്രാപ്സും നമുക്ക് അവൈലബിൾ ആണ്. അത് നമുക്ക് എക്സ്ട്രാ അല്ലെങ്കിൽ ഇതിൻ്റെ പകരം നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഒരു 100-150 രൂപ റേഞ്ച് മാത്രമേ ആ സ്ട്രാപ്പിന് റേറ്റ് വരുന്നുള്ളൂ. സോ നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പ് തന്നെയാണ്. സോ ഇനി അടുത്തായിട്ട് വരുന്നത് നമുക്ക് ചാർജിങ് കേബിളാണ്. സോ ഈ ഒരു വാച്ചിന് ഒന്നിച്ച് നമുക്കൊരു വയർലെസ് ചാർജിങ് കേബിളാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉള്ള കേബിളാണ്. നോർമലുള്ള വാച്ചിനൊക്കെ തന്നെ ചെറിയ ലെങ്ത്ത് കേബിളായിരിക്കും വരുന്നത്, പക്ഷേ നല്ല ലെങ്ത്തും ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ചാർജിങ് കേബിളാണ് കൊടുത്തിട്ടുള്ളത്. സോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാച്ചിൻ്റെ ബോക്സിലായിട്ട് വരുന്നത്. ഒന്ന് യൂസർ മാനുവൽ വരുന്നുണ്ട്, മെയിൻ വാച്ച് ബോഡി, പിന്നീട് സ്ട്രാപ്പ്, അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് കേബിളും കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ മാറ്റി വെച്ച് നമുക്ക് മെയിനായിട്ടുള്ള വാച്ചിലേക്ക് വരാം. സോ ഇതാണ് Z59 Ultra എന്ന സ്മാർട്ട് വാച്ച്. ഇതിൻ്റെ ഒരു കവറിങ് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പീൽ ഓഫ് ചെയ്ത് കളയാം. വാവ്, കയ്യിലെടുക്കുമ്പോൾ തന്നെ ആ ഒരു ഫീൽ, ഒരു പ്രീമിയം ഫീൽ നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ വെയിറ്റും ക്വാളിറ്റിയും ഒക്കെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് നോക്കി എഡ്ജൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കിഡിലിനാണ്, മാസീവായിട്ടുള്ള ലുക്കാണ് വാച്ചിന് വരുന്നത്. ഒരു ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ക്രൗൺ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ താഴത്തായിട്ട് മൈക്ക്, പിന്നെ പവർ ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പീക്കർ, അതുപോലെ തന്നെ വേറൊരു ബട്ടണും കൂടി നമുക്ക് കൊടുത്തിട്ടുണ്ട്. സോ അതും ഓറഞ്ച് കളറിലാണ് വരുന്നത്. പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻട്രലായിട്ട് സെൻസേഴ്സും അതുപോലെ തന്നെ ചാർജിങ് കണക്ട് ചെയ്യാനുള്ള പോർട്ട് കൊടുത്തിട്ടില്ല, നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല, വയർലെസ് ആണ്. സോ പിന്നീട് അലുമിനിയം ബോഡിയാണ് കൊടുത്തുള്ളത്. നല്ല ക്വാളിറ്റിയില്ല, നല്ലൊരു പ്രീമിയം ഡിസൈൻ തന്നെയാണ് ഈ ഒരു വാച്ചിന് വരുന്നത്. സോ എനിവേ നമുക്ക് വാച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഓൺ ചെയ്യാം. ഓൺ ആവുന്നില്ലല്ലോ, കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഓണാവാൻ. ഹലോ എന്നാണ് കൊടുത്തില്ല, അതും ഒരു ഓറഞ്ച് തീമിലാണ് വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ടുള്ള വാച്ച് ഫേസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ ഇത് രണ്ടാമത്. നമുക്ക് ആദ്യം എത്രത്തോളം വാച്ച് ഫേസ് ആണ് ഈ വാച്ചിലുള്ളതെന്ന് നോക്കാം. ഇത് ഒന്നാമത്തെ വാച്ച് ഫേസസ് ആണ്. ഇനി അടുത്തതിലേക്ക് നമുക്ക് ക്രൗൺ ഉപയോഗിച്ച് മാറ്റാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇത് 2, ഇത് 3, 4, 5, 6, 7, 8, 9, 10, 11 വാച്ച് ഫേസാണ് നമുക്ക് ഈ ഒരു വാച്ചിൽ വരുന്നത്. അതെല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള വാച്ചിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രസമുണ്ട്. ഇതാണ് മെയിനായിട്ടുള്ള വാച്ച് ഫേസ്. നമുക്ക് അതിൽ നിന്ന് കളർ ചേഞ്ചൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ഡിസ്പ്ലേ ആണ്, ഫുൾ സ്ക്രീൻ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വാച്ചിന് വരുന്നത്. സോ ഇനി അടുത്തായിട്ട് ഒരു കാര്യം നമ്മൾ വിട്ടുപോയി, നമുക്ക് സ്ട്രാപ്പ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നോർമലി എല്ലാ വാച്ചും ചെയ്യുന്ന പോലെ തന്നെ സ്വൈപ്പ് ചെയ്തിട്ടാണ് ഇതിൽ നമുക്ക് സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ സിമ്പിളായിട്ടാണ് നമുക്ക് സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്കിനി അടുത്ത സ്ട്രാപ്പ് ഒന്ന് ഫിറ്റ് ചെയ്യാം. സോ വളരെ സിമ്പിളാണ്. നമുക്ക് ഇതല്ലാതെ തന്നെ ഒരുപാട് കളേഴ്സ് വേറെ അവൈലബിൾ ആണ്. പക്ഷേ അൾട്രയുടെ മെയിൻ കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓറഞ്ചാണ്. മറ്റ് നമ്മുടെ മെയിൻ അൾട്ര ഒറിജിനലിൻ്റെ ആ തരത്തിലുള്ള സ്ട്രാപ്പും നമുക്ക് വരുന്നുണ്ട്. അതൊന്ന് ചെറിയ പ്രൈസ് മാത്രമേ അതിന് വരുന്നുള്ളൂ.
പിന്നീട് മുകളിൽ നിന്ന് സ്വൈപ്പ് ചെയ്ത് നമുക്ക് ഇതുപോലെ നമുക്ക് റീസെൻ്റായിട്ട് യൂസ് ചെയ്ത ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതെങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് വലിച്ചിട്ട് അവിടെ നമുക്ക് ഡിലീറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് മുഴുവൻ ഡിലീറ്റ് ചെയ്യാൻ താഴത്തായിട്ടും അതിന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ നല്ലൊരു ഫീച്ചർ തന്നെയാണ് അതും. പിന്നീട് നമുക്ക് ഇപ്പുറത്തുള്ളൊരു സ്വിച്ച് എന്ന് പറയുന്നത് എക്സസൈസൊക്കെ നമുക്ക് സിമ്പിളായിട്ടുള്ള അതിനായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്വിച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു വാച്ചിന് വരുന്നുണ്ട്. അത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതൊരു ഓറഞ്ച് കളറായിട്ടാണ് വരുന്നത്. ഇനി ഈ ഒരു വാച്ചിൻ്റെ താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയായിട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ബ്ലൂടൂത്ത്, ബ്രൈറ്റ്നസ്, അത്യാവശ്യം നല്ല ബ്രൈറ്റായിട്ട് ഡിസ്പ്ലേ ആണ്. നമുക്ക് പുറത്ത് പോയാൽ തന്നെ വെയിലത്താണെങ്കിൽ തന്നെ നല്ല ബ്രൈറ്റായിട്ട് വരുന്നുണ്ട്. പിന്നീട് സെറ്റിങ്സ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് താഴത്തായിട്ട് വരുന്നുണ്ട്. പിന്നീട് ഡിസ്പ്ലേ ഫുൾ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ തന്നെ, നല്ല എടുപ്പുണ്ട് വാച്ച്. സോ ഇത് സ്ക്രീൻ ഓഫ് ടൈം കുറച്ചുകൊണ്ടായിരുന്നു അങ്ങനെ ഓഫ് ആവുന്നത്. സോ ഓവറോൾ സൈഡ് എഡ്ജസ് ആണെങ്കിലും അപാരമായിട്ടുള്ള ലുക്കാണ് വാച്ചിന് വരുന്നത്, യാതൊരു രക്ഷയില്ല. സെറ്റിങ്സിലേക്ക് വന്നാൽ നമുക്ക് ഇവിടെ സ്ക്രീൻ ഓഫ് ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ വേറെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റീസെറ്റ് ചെയ്ത എബൌട്ട് സെക്ഷൻ, അതുപോലെ തന്നെ എബൌട്ട് സെക്ഷനിലേക്ക് പോയി നമുക്കിവിടെ Z59 Ultra എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസൊക്കെ തന്നെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ റീബൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ ലാംഗ്വേജ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, വൈബ്രേഷൻ. സോ അങ്ങനെയുള്ള എല്ലാ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ, റേസ് ടു വേക്കപ്പ് ഒക്കെ തന്നെ നമുക്ക് ഇതിൽ തന്നെ വരുന്നുണ്ട്. ആപ്ലിക്കേഷനൊന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യം അതിന് വരുന്നില്ല. സോ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ തന്നെ വരുന്നുണ്ട്. ഇനി മെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ബേസിക് ആയിട്ടുള്ള മെയിൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. സോ നമുക്കത് സ്മൂത്ത് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് മനസ്സിലാവുന്നതായിരിക്കും, ഫീൽ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു UI ആണ്. ലാഗോ കാര്യങ്ങളോ ഒന്നും അതിൽ വരുന്നില്ല. കാൽക്കുലേറ്ററൊക്കെ തന്നെ ആ വാച്ചിൽ വരുന്നുണ്ട്. സോ ഒരുപാട് ആപ്ലിക്കേഷൻ, വാട്സപ്പ്, ട്വിറ്റർ, ഫേസ്ബുക്ക് ഒക്കെ തന്നെ നമുക്കിതിൽ വരുന്നുണ്ട്. ഓവറോൾ എന്തൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടൊരു വാച്ചിന് വേണ്ടത്, ബേസിക് അല്ല അതിനും കാട്ടി നല്ലൊരു ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നതിൽ നല്ല ഫീച്ചേഴ്സുള്ള നല്ല ഡിസ്പ്ലേയും ഓവറോൾ ലുക്സും ഉള്ള നല്ലൊരു വാച്ച് തന്നെയാണ് ഈ ഒരു Z59 Ultra എന്ന് പറയുന്ന വാച്ച്. പിന്നീട് ഈ ഒരു വാച്ചിൽ ഒരുപാട് മെയിൻ സ്റ്റൈൽ വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ മെയിൻ സ്റ്റൈൽ, ഇത് മൂന്നാമത്തെ, ഇത് 4, 5, 6, 7, 8, 9 മെയിൻ സ്റ്റൈൽ നമുക്കിതിൽ വരുന്നുണ്ട്. സോ ഏത് ഇഷ്ടപ്പെട്ടാണ് നമുക്കതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അങ്ങനെ ഓവറോൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു വാച്ചിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ പിന്നീട് ഡിസൈൻ, ആ ഒരു സൈഡിൽ നിന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു ബിഗ് ആയിട്ടുള്ളൊരു വാച്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു കളറും ആ ഒരു ക്വാളിറ്റിയും ആ ഒരു സ്ട്രാപ്പൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ ആരാണെങ്കിലും ഈ ഒരു വാച്ച് നോക്കിയപ്പോൾ അത്രക്കും നല്ല ലുക്കായുള്ളൊരു വാച്ചാണ്. യാതൊരു തരത്തിലുള്ള രക്ഷയും ലുക്സിൻ്റെ കാര്യത്തിൽ വാച്ചിന് പറയാനില്ല. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വാച്ച് നമുക്ക് ഫോണുമായി പെയർ ചെയ്യാൻ നോക്കാം. അതിന് RD ഫിറ്റ് എന്ന ആപ്ലിക്കേഷനാണ് വേണ്ടത്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ തന്നെ അവൈലബിൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് കണ്ടീഷൻസൊക്കെ തന്നെ നമ്മൾ എഗ്രി ചെയ്ത് കൊടുക്കേണ്ടതായിരിക്കും. അതൊക്കെ നമുക്കൊന്ന് എഗ്രി ചെയ്യാം. സോ ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്, അതൊക്കെ നമ്മളൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. പെർമിഷൻസൊക്കെ തന്നെ അലോ ചെയ്യാം. സോ ആപ്ലിക്കേഷനോട് ഓപ്പൺ ആയി വരുന്നത് നമുക്ക് സെൻട്രലായിട്ട് തന്നെ ഡിവൈസ് എന്നൊരു ഓപ്ഷനും എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഡിവൈസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിലായിട്ട് തന്നെ പെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പെർമിഷൻസൊക്കെ ആദ്യം തന്നെ വരുന്നുണ്ട്. സോ അതൊക്കെ ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് വാച്ചിൻ്റെ ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. Z59 Ultra എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പെയർ ചെയ്ത് കൊടുക്കാം. സോ ഫോണും ആപ്ലിക്കേഷനുമായിട്ട് പെയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കിതിൽ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. നമുക്കിവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് തീമിൻ്റെ ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്, വാച്ച് ഫേസ്. നമുക്ക് ഏത് തരത്തിലുള്ള വാച്ച് ഫേസ് നമുക്ക് ഇവിടുന്ന് കസ്റ്റമായിട്ടും ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇവിടെ ആയിട്ട് ക്ലോക്ക് ടൈപ്പുള്ള വാച്ച് ഫേസ് വരുന്നുണ്ട്, ഡിജിറ്റലായിട്ടുള്ള വാച്ച് ഫേസും. കസ്റ്റമായിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് കസ്റ്റമായിട്ടുള്ള വാച്ച് ഫേസ് നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരുപാട് സ്റ്റൈലായിട്ടുള്ള വാച്ച് ഫേസ് നമുക്കിവിടെ വരുന്നുണ്ട്. സോ അതിലൊന്നും യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും പറയാനുള്ള ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വാച്ച് തന്നെയാണ്. ഇനി ഇവിടെ ആയിട്ട് ബാക്കി ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സൊക്കെ തന്നെ ഇവിടുന്ന് എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ അത്യാവശ്യം നമുക്ക് വാച്ച് തന്നെ അത്യാവശ്യം സെറ്റിങ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് വാച്ച് ഫേസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഫോൺ ഉപയോഗിച്ചുകൊണ്ടും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഓവറോളായിട്ട് ഈ ഒരു വാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസൈനും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി, ഓവറോൾ ഒരു അലുമിനിയം ഡിസൈനാണ് വരുന്നത്, അലുമിനിയം ബിൽഡാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കിത് കയ്യിലെടുക്കുമ്പോൾ ആണെങ്കിലും കാണുന്ന സമയത്താണെങ്കിലും ഇതിൻ്റെ ഒരു എഡ്ജസൊക്കെ തന്നെ അത്രക്കും ഫിനിഷായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട്, ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഓറഞ്ച് സ്ട്രാപ്പ് കൂടി ആയതുകൊണ്ട് തന്നെ വാച്ച് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ആരാണെങ്കിലും നോക്കിപ്പോൾ. ഓവറോൾ ആയിട്ടുള്ള OS ആണെങ്കിലും നല്ല റെസ്പോൺസ് വരുന്നുണ്ട്, ലാഗോ ഒന്നും തന്നെ വരുന്നില്ല. ആപ്ലിക്കേഷനിലാണെങ്കിലും ഒരുപാട് വാച്ച് ഫേസ് വരുന്നുണ്ട്. സോ ഒരു രക്ഷയും പറയാനില്ല. ബാറ്ററി ബാക്കപ്പ് ആണെങ്കിലും
അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പ് ഒരു 3-4 ഡേയ്സ് എന്തായാലും കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചാർജ് ആവുന്നുണ്ട്, വയർലെസ് ചാർജിങ് ആണ് വരുന്നത്. സോ ഓവറോൾ പറയുകയാണെങ്കിൽ കൊടുക്കുന്ന പ്രൈസിന് എന്തായാലും വേർത്തായുള്ള ഒരു കിടലായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഒരു വാച്ച് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്യാൻ മാത്രം മതി. 3 ഡേയ്സിനുള്ളിൽ തന്നെ ഡെലിവറി ഇവർ ഓൾ ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇത്ര നാളും സെയിൽ ചെയ്ത അതേ സെല്ലർ തന്നെയാണ്. സോ വാച്ച് ഒരു രക്ഷയില്ല, നമ്മൾ കയ്യിൽ കെട്ടി എവിടെ പോയാലും ആൾക്കാർ എടുത്ത് നോക്കും. അതുപോലെ അത്രക്കും നല്ലൊരു എടുപ്പുള്ളൊരു വാച്ച് തന്നെയാണ്. ഓവറോൾ എല്ലാ രീതിയിലും ബെസ്റ്റ് തന്നെയാണ്. സോ അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ വാച്ച് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇൻഫോർമേഷൻസ് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫോർ അഭിനവ് സൈനിങ് ഓഫ്. ബൈ.